ഫിസിക്സിനെ കണ്ട് പേടിക്കുന്നതാണ് നിങ്ങൾ. നീറ്റ് ഫിസിക്സ് മാർക്ക് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ എക്സാം പ്രിപ്പറേഷൻ ടൈമിൽ യൂസ് ചെയ്ത 8 ട്രിക്സ് യൂസ് ചെയ്ത് നോക്കൂ, നല്ല മാറ്റം ഉണ്ടാവും. ഒന്ന്, ഏലിയൻ ബുക്ക്. ടെക്സ്റ്റ് ബുക്കിലെ ഇക്വേഷൻസ് മാത്രമല്ല, നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാത്രം മനസ്സിലാവുന്ന ഷോർട്ട് കട്ട്സ് എഴുതാനും ഒരു നോട്ട്ബുക്ക് കീപ്പ് ചെയ്യണം. ഇത് റിവിഷൻ ടൈമിൽ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആകും. നിങ്ങൾക്ക് അറിയില്ല അല്ലെങ്കിൽ റിവൈസ് ചെയ്യണമെന്ന് കരുതുന്ന ഇക്വേഷൻസ് മാത്രം നോട്ട് ചെയ്യാം, അല്ലാണ്ട് എല്ലാ ഇക്വേഷൻസും നോട്ട് ചെയ്ത് നിങ്ങൾക്ക് ഏതൊക്കെ ഇക്വേഷൻസ് അറിയില്ല എന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. 2, പാറ്റേൺ റെക്കഗ്നിഷൻ. ബുക്ക് കുറെ വാരി വലിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ഫോക്കസ് ചെയ്യാം. ചില ക്വസ്റ്റ്യൻസ് സെയിം പാറ്റേൺ ആകും, നമ്പേഴ്സ് മാത്രമേ മാറുള്ളൂ. ചില ക്വസ്റ്റ്യൻസ് പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ മാത്രമാവും മാറ്റം ഉണ്ടാവും. അതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യാം. 3rd, തിങ്ക് ലോജിക്കലി. ആൻസേഴ്സ് കാണാപ്പാടം പഠിക്കാണ്ട് റിയൽ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി നോക്കാം. ലോജിക് ആപ്ലിക്കേഷന് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന്, ചിത്രം വരയ്ക്കുക. ക്വസ്റ്റ്യൻ വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ചിത്രം വരച്ചിട്ട് ലോജിക് അപ്ലൈ ചെയ്യാൻ നോക്കാം. 2, ആ ഒരു ക്വസ്റ്റ്യന് റിയൽ ലൈഫ് സിറ്റുവേഷനിൽ നടന്നാൽ എങ്ങനെ ഇരിക്കുന്ന ആലോചിച്ചിട്ട് ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി നോക്കും. 4, ആസ്ക് അണ്ടിൽ യു ഗെറ്റ് ഇറ്റ്. ഒരു ക്വസ്റ്റ്യന്റെ ലോജിക്ക് മനസ്സിലായില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യരുത്. ആ ക്വസ്റ്റ്യനെ സാർമാരോട് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് എന്ന് വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. കാരണം ആവശ്യം നമ്മുടേതാണ്. 5th, ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി. തുടക്കത്തിൽ 5-10 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കരുത്. കാരണം ആ ഒരു 5 ക്വസ്റ്റ്യൻസ് എങ്ങനെ വന്നു എന്ന് മറ്റൊരാൾ ചോദിച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന രീതിയിലാവണം. സ്പീഡ് ഓട്ടോമാറ്റിക് ആയി കൂടും. അങ്ങനെ ഓരോ ദിവസം ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന്റെ എമൗണ്ട് കൂടും. 6th, സ്ലീപ്പ് ഓൺ ഇറ്റ് മെത്തേഡ്. അതായത് ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായില്ലെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ കടന്നു മെഴുകാതെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാം. അങ്ങനെ ഒരു 5-6 ക്വസ്റ്റ്യൻസ് മനസ്സിലാവാത്തത് മാർക്ക് ചെയ്തതിനു ശേഷം മാത്രം സാറിനെ അപ്രോച്ച് ചെയ്യാം. ഈവൻ നമ്മൾ എക്സാം എഴുതുമ്പോഴും ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാം. 7th, ആക്റ്റീവ് റിവിഷൻ. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ മാത്രം ഏലിയൻ നോട്ട് യൂസ് ചെയ്യാം. പിന്നെ ഏലിയൻ നോട്ട് ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ മൈൻഡിൽ ആലോചിക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നോക്കാം. 8th, വിഷ്വലൈസിംഗ് ദ പ്രോബ്ലം. ചുമ്മാ ഒരു പ്രോബ്ലം റീഡ് ആക്കാതെ ആ ഒരു പ്രോബ്ലം റഫ് സ്കെച്ച് വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കാം. ഒന്നുകിൽ റഫ് സ്കെച്ച് വരച്ചിട്ട് പ്രോബ്ലം അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം, അല്ലെങ്കിൽ പ്രസന്റ് സിറ്റുവേഷനിൽ അങ്ങനെ ഒന്ന് നടക്കും എങ്ങനെ ഇരിക്കുന്ന ആലോചിച്ചിട്ട് പ്രോബ്ലം അപ്രോച്ച് ചെയ്യാം. ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഫിസിക്സിന്റെ മാർക്ക് കൂടും. കാരണം ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്തിട്ടാണ് എന്റെ ഫിസിക്സിന്റെ മാർക്ക് കൂടിയത്. അപ്പോൾ ആ സീക്രട്ട് നോട്ട് ഇപ്പൊ തന്നെ ഉണ്ടാക്കി പഠിക്കാൻ ആരംഭിച്ചോളൂ. ബൈ.